സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പുതിയ ചില മാനദണ്ഡങ്ങൾ പ്രകാരം ചില വ്യക്തികൾക്ക് കൂടി അനുവദിച്ചു കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനപ്രകാരം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കും കോർപ്പറേഷനിലെ ജനപ്രതിനിധികൾക്കും ഈ സാമൂഹിക സുരക്ഷാ പെൻഷന് അപേക്ഷ നൽകാം, അവർക്ക് ലഭിക്കും. എന്നാൽ ചില മാനദണ്ഡങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് പ്രകാരം ആർക്കൊക്കെയാണ് ലഭിക്കുകയെന്നും വ്യക്തമായും ഈ എപ്പിസോഡ് പൂർണ്ണമായും നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാകും. ഇവരെ കൂടാതെ തന്നെ മതസ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ താമസിക്കുന്ന ആളുകൾ, പുരോഹിതന്മാരാകട്ടെ സന്യാസിമാർ ആകട്ടെ, അതുപോലെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാം. പക്ഷേ ചില മാനദണ്ഡങ്ങളുണ്ട്. പൊതുവെയുള്ള നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതിന് പൊതുവെയുള്ള മാനദണ്ഡങ്ങൾ എവർക്കും ബാധകമായിരിക്കും.